ഇത് യൂട്യൂബ് ചാനലുകളുടെ ഒരു മലവെള്ളപ്പാച്ചിലിൻ്റെ കാലമാണ്. ഒരർത്ഥത്തിൽ മാധ്യമ ലോകത്ത് ജനാധിപത്യം കൂടുതൽ ശക്തമായ കാലം. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മൂലധനത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മാധ്യമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും മോചിതമായ കാലം. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ഈ പുതിയ മാധ്യമങ്ങളുടെ ലോകം നിർഭാഗ്യവശാൽ മനുഷ്യൻ്റെ ഏറ്റവും ഹീനമായ ചില വശങ്ങളുടെ പ്രകടന വേദിയായിരിക്കും. നഗ്നമായ പക്ഷപാതങ്ങൾ, ശുദ്ധമായ നുണകളുടെ പ്രചാരണം, വർഗീയത, സ്ത്രീവിരുദ്ധത തുടങ്ങി ഒട്ടേറെ ഇരുണ്ട മനോഭാവങ്ങൾക്ക് മേധാവിത്വം ലഭിച്ചിരിക്കുന്നു. ഇത് ഈ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നവരുടെയോ മാധ്യമങ്ങളുടെയോ മാത്രം കുറ്റമാണ്. ഞാനും നിങ്ങളും അടക്കുന്ന സമൂഹത്തിൻ്റെയും കൂടിയാണ്. കാരണം ഏറ്റവും ഹീനമായ, ഏറ്റവും മോശമായ ഉള്ളടക്കത്തിനാണ് ഏറ്റവും പ്രചാരം ലഭിക്കുന്നത് എന്ന നിർഭാഗ്യകരമായ ഒരു സത്യം നമ്മൾ തുറച്ചു നോക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മറ്റൊരു വഴി തേടുന്ന ഒരു ചാനലിന് എവിടെയാണ് ഇടം? പക്ഷേ മനുഷ്യ നന്മയിൽ വിശ്വാസം നഷ്ടപ്പെടാത്തവർക്ക് മറ്റൊരു വഴി തേടാതെ വയ്യ. അതാണ് ഓൺ ദ ഡോട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. മൂല്യവത്തായ മാധ്യമരംഗത്തിൻ്റെ കുലപതികളിലൊരാളായിരുന്ന ശ്രീ BRP ഭാസ്കറാണ് ഓൺ ദ ഡോട്ട് ഉദ്ഘാടനം ചെയ്തത്. മലയാളത്തിലേക്ക് ഒരു പുതിയ മാധ്യമം കൂടി, ഓൺ ദി ഡോട്ട്. അദ്ദേഹം യശശരീരനായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അദ്ദേഹം പുലർത്തിയ മാധ്യമ മൂല്യങ്ങളെ പിന്തുടരുക എന്നുള്ളത് ഓൺ ദ ഡോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവുമാണ്. മോശമായ വഴികളിലൊന്നും ചവിട്ടാതെ ജീവിതത്തിൻ്റെ ഭേദപ്പെട്ട മെച്ചപ്പെട്ട വശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് ഓൺ ദ ഡോട്ടിൻ്റെ ലക്ഷ്യം. ഓൺ ദ ഡോട്ട് യൂട്യൂബ് ചാനൽ ചില പ്രത്യേക മേഖലകളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. വിജ്ഞാനം, വിനോദം, വിവേകം എന്നിവ ഉൾക്കൊള്ളാനും പകർന്നു നൽകാനും ഉള്ള ഒരു ശ്രമത്തിലാണ് ഓൺ ദ ഡോട്ട് ശ്രമിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഉള്ളടക്കത്തോടെയും കൂടുതൽ ഭേദപ്പെട്ട സാങ്കേതിക വിദ്യയോടെയും ഓൺ ദ ഡോട്ട് തുടരും.